ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 42-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. സങ്കീർത്തനക്കാരൻ പാടുകയാണ്, എൻ്റെ ആത്മാവിന് നിന്നോടൊന്ന് ചേരണം. നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, നമുക്കൊക്കെ ദാഹമുണ്ട്. എന്തിനുള്ള ദാഹം? എത്ര നാൾ ഈ ഭൂമിയിൽ നന്നായിട്ട് ജീവിക്കാം എന്നുള്ളൊരു ദാഹമാണ്. മനുഷ്യരല്ലേ, മനുഷ്യർക്കെല്ലാം ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഭൂമിയിലെ ദാഹമല്ല, ജഡത്തിൻ്റെ ദാഹമല്ല. ഇവിടെ പറയുന്നു ആത്മാവിനൊരു ദാഹമുണ്ട്, അത് ദൈവത്തോട് ചേരാനുള്ളൊരു ദാഹമാണ്. പ്രിയരെ, നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ഇവിടുത്തെ ദാഹം തെറ്റെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വേറൊരു രാജ്യത്തിൽ വിടാനും പഠിപ്പിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ വേറൊരു നിലയിലെത്താനൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. അതൊന്നും തെറ്റെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹവും ദാഹവും വരേണ്ടത് ദൈവത്തോട് ചേരാനായിരിക്കണം. മക്കളെപ്പോലും നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവരോട് പറയേണ്ടത്, എന്തൊക്കെ കിട്ടിയാലും അതിനേക്കാൾ ഏറ്റവും നല്ല ദാഹം എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങളെ, ദൈവത്തോട് ചേർന്നിരിക്കുക, ദൈവത്തിൽ നിന്ന് കുടിക്കുക. കർത്താവ് പറയുന്നല്ലോ, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നാൽ എന്നിൽ നിന്നൊഴുകുന്ന ജീവജലത്തിൻ്റെ നദി, ഇത് കുടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒരു നാളും ദാഹിക്കത്തില്ല. അപ്പൊ ആത്മാവിൻ്റെ ഒരു ഒഴുക്കാണ് നമ്മൾ കുടിക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് ദാഹിക്കത്തില്ല. ഇതുപോലെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ആത്മാവിന് നിന്നോട് ചേരണം. ഇത് ഭൂമിയിലെ ദാഹമല്ല. അതിൻ്റെ തെളിവ് അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും. അതൊരു വെമ്പൽ കൊള്ളുകയാണ്. ധന്യനായ പൗലോസ് തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ പാനീയയാഗമായി ഒഴിക്കപ്പെടാൻ പോകുന്നു, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു. നോക്കിയേ, ആ ലാസ്റ്റ് സ്റ്റേജിൽ പോലും പൗലോസ് സന്തോഷത്തോടു കൂടി മരണത്തെ മുഖാമുഖം കണ്ടിട്ട് പറയുകയാണ്, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു, ഞാൻ പൊരുതി, ഞാൻ നന്നായിട്ട് പൊരുതി, എനിക്ക് ഒരു കിരീടമുണ്ട്. ലാസ്റ്റ് നിമിഷം പോലും പൗലോസ് ആ ദൈവത്തോട് ചേരാനുള്ളൊരു ആഗ്രഹം. എന്നാൽ അതേ പൗലോസ് തന്നെ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. എന്ന് വെച്ചാൽ ജീവിച്ചിരുന്ന് തന്നെ നടക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. വേറൊരു ഭാഗത്തൊക്കെ അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചിലരെ കൂടി ഈ ക്രിസ്തുവിന് വേണ്ടി നേടാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നെങ്കിൽ, എൻ്റെ കർത്താവ് അതിന് അവസരം തരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ആയിക്കൊള്ളട്ടെ. പക്ഷേ എനിക്ക് മരിക്കുന്നതാണ് ലാഭം. ഒന്നുകൂടെ പറഞ്ഞാൽ, എനിക്ക് യേശുവിനോട് ചേരുന്നതാണ് എൻ്റെ ലാഭം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മളൊക്കെ ഇവിടത്തെ ദാഹത്തിന് വേണ്ടി, ഇവിടത്തെ ദാഹം ശമിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി ഓടുന്നത് പോലെയല്ല. ആത്മീക ദാഹം തീരാൻ, വചനം നിറച്ച് കർത്താവിനെ കണ്ട് ആ നിത്യതയ്ക്കകത്ത് കയറാൻ, നിത്യതയ്ക്കകത്ത് പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് വചനത്തിനകത്ത് നിന്ന് ഭൂമിയിലുള്ള ദാഹത്തേക്കാൾ ഉയരത്തിലുള്ള ദാഹത്തെ ചിന്തിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.